സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മഴ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ജില്ലകളിൽ നിന്നും ചേരുകയാണ്. അതിൽ ആദ്യം അശ്വിൻ ഡിയാഗുലേക്ക് പോകുന്നു. അശ്വിൻ, അപ്പൊ ഇന്ന് നമ്മൾ എവിടെയൊക്കെ മഴ പ്രതീക്ഷിക്കണം? അത് കാറ്റും ഇടിമിന്നലും അങ്ങനെയാണോ, അതോ മഴ എന്താണ് സാഹചര്യം നിലവിൽ? സംസ്ഥാനത്ത് മഴ കനക്കുന്നു, ഒപ്പം തന്നെ മഴക്കെടുതിയും രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി തന്നെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. 3 ജില്ലകൾക്കാണ് നിലവിലിപ്പോൾ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തുടങ്ങിയ ശക്തമായ മഴ അത് തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇടവിട്ടുള്ള നേരങ്ങളിലാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ശക്തമായ മഴയാണ് ഈ ഇടവിട്ടുള്ള നേരങ്ങളിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതും ആശങ്കാജനകമാണ്. മാത്രമല്ല മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായി തന്നെ തുടരുന്ന മഴ അല്പസമയം മുമ്പാണ് ഒന്ന് ശാന്തമായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രകൾ തൽക്കാലത്തേക്ക് നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കടലോര മേഖലയിലുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അവരുടെ മത്സ്യബന്ധന യാനങ്ങളടക്കം സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അധികൃതരുടെ മുന്നറിയിപ്പ് പ്രകാരം ഈ തീരദേശവാസികൾ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. വെറും മഴ മാത്രമല്ല, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ശക്തമായ കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. സ്കൂളിന്റെ മേൽക്കൂരയടക്കം പറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. CRPFന്റെ അടക്കം കേന്ദ്രസേനയടക്കം ഈ ഒരു മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ എന്തായാലും മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. പക്ഷേ എങ്കിൽ പോലും മഴക്കെടുതിയും വരും ദിവസങ്ങളിൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. വരുന്ന 5 ദിവസം ഈ സമാനമായ രീതിയിലുള്ള മഴ തുടരാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. പക്ഷേ ഏറെ ആശ്വാസകരമായ മറ്റൊരു കാര്യം, സാധാരണയുള്ള കാലാവസ്ഥയെ പോലെ അല്ലെങ്കിൽ കാലവർഷത്തെ പോലെ ശക്തമായ ഒരു മഴ ലഭിക്കാനുള്ള സാഹചര്യം നിലവിലില്ലെങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന മഴ അത് ഇടവിട്ടുള്ള നേരങ്ങളിൽ ശക്തമായതുകൊണ്ട് തന്നെ മുൻകരുതൽ സ്വീകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഈ റെഡ് അലർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിവിധയിടങ്ങളിൽ ഈ സൈറൻ അടക്കം മുഴങ്ങാനുള്ള വൈകുന്നേരത്തോടു കൂടി തന്നെ സൈറൻ അടക്കം മുഴങ്ങും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ കാലാവസ്ഥയിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും സജ്ജരാണ്.